മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ? ആഹാ, അത്ര സൂപ്പറായിരുന്നു. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. അച്ഛാ, ഫോറസ്റ്റിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. ആഹാ, ഒരു ദിവസം നമുക്ക് അമ്മയായിട്ട് വരാട്ടോ ഇവിടെ. അച്ഛാ, പിന്നെ വീട്ടിലെന്നാ വിശേഷം? നിങ്ങൾ ഞങ്ങളെ കാണാണ്ട് കുറെ വിഷമിച്ചോ? ഓ, പ്രത്യേകിച്ചൊന്നുമില്ലടാ. വിഷമിച്ചൊന്നുമില്ല. അതെന്താ അച്ഛാ അങ്ങനെ ഒരു സംസാരം? അതെ, ഞങ്ങൾ പിന്നെ അച്ഛനിരിക്കാറില്ലല്ലോ. തിരി സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ, മക്കൾ വല്ലതും കഴിച്ചോ? ആ അച്ഛാ, വയറ് ഫുള്ളാ, ബിരിയാണി കിട്ടി. അതെ അച്ഛാ, നിറഞ്ഞിരിക്കുക, ഇനിയിപ്പോ ഒന്നും വേണ്ട. ആണോ? എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാട്ടോ. ശരി അച്ഛാ. അമ്മേ, അമ്മേ, ഞങ്ങൾ വന്നമ്മേ. ആഹാ, ഇങ്ങോട്ട് എത്തിയോ? അമ്മേ, വന്നു ഞങ്ങള്. അശ്ശാടാ, രണ്ടുപേരും ഒന്ന് ക്ഷീണിച്ച് കോലം കേട്ടല്ലോ. അത് ശരി, ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 2 ദിവസമാണ്. അതിന് ഞങ്ങൾ ക്ഷീണിച്ചെന്നാ? എന്താ അമ്മേ പറയണേ? അതെ അമ്മേ, ഞങ്ങൾ ക്ഷീണിച്ചൊന്നുമില്ല. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം സന്തോഷിച്ചായിരുന്നു. ആണോ? അമ്മയ്ക്ക് നിങ്ങളെ കാണാണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാ. അമ്മേ, ഇനി എൻ്റെ കൂടെ കിടക്കണേ. എനിക്ക് കുറേ വിശേഷം പറയാനുണ്ട്. ഇല്ല, അമ്മ ഇനി എൻ്റെ കൂടെ കിടക്കണേ. ഇല്ല, എന്താ നീ പറയണേ? ഞാനല്ലേ ആദ്യം അമ്മയോട് പറഞ്ഞ? ആഹാ, ഞാൻ പറയാനെന്ന് നമുക്കറിയാം. വന്ന് കയറിയില്ല, തുടങ്ങിക്കോ. ഞാൻ ഇന്ന് 2 പേരെയും കൂടി നടുക്കിടക്കും, പോരെ? ആ ശരി അമ്മേ. പിന്നെ ഉണ്ടല്ലോ, നിത്യയുടെയും ലിച്ചുവിൻ്റെയും വീട്ടിലെ പാലുകാച്ചൽ നാളെയാ. അവരിപ്പോ വന്ന് വിളിച്ചായിരുന്നു. ശരിക്കും? ഏതാണോ അമ്മേ? ആഹാ, അവര് വന്നായിരുന്നോ? ആ, വന്നു. എല്ലാവരോടും നിർബന്ധമായിട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. ആയി, സൂപ്പർ ആയിരിക്കും. അടുത്തൊരു പരിപാടി കൂടി ഒത്തു കിട്ടി. ആ ചേച്ചി, അതെ. മക്കളെ, നിങ്ങൾക്ക് നാളെ സ്കൂളില്ലേ? ഇല്ല അച്ഛാ, ടൂർ കഴിഞ്ഞ് വന്നതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുത്തോളാം മിസ് പറഞ്ഞു. നമുക്കൊക്കെ അവധിയാ. അത് ശരി. പിന്നെ നിങ്ങൾക്ക് കോൾ അടിച്ചില്ല? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ നാളെ. അതെ, എല്ലാവരും ഉണ്ടാവും മിക്കവാറും. പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാന്ന്. ആരും അറിഞ്ഞില്ലാന്ന്. അവരുടെ പേരൻസാ തീരുമാനിച്ചേക്കുന്നത്. ആണോ? അതെന്നാ? അല്ലേ, ഞങ്ങൾക്ക് നേരത്തെ പ്ലാനിങ് ഇടായിരുന്നല്ലോ പരിപാടിക്ക്. ഇതൊന്നും പറഞ്ഞില്ല, അപ്പം അത് തന്നെ. നേരാ. അത് നിങ്ങൾ പോയി ഫ്രഷൊക്കെ ആവും. എല്ലാം ഫ്രഷൊക്കെ ആച്ചാ. നീ പ്രത്യേകിച്ചൊന്നുമില്ല. കുളിച്ച് വലിയൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നീ ഒടുങ്ങി ഇരിക്കാം. അത് ശരി. പിന്നെ ചേട്ടാ, മക്കളോട് ഇരിക്കട്ടെ. നമുക്ക് പോയി നാളെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വാങ്ങിട്ട് വന്നാലോ? ആ ശരി, പോയി കളയാം. ഞാൻ എന്തായാലും റെഡിയാ. അല്ല, അച്ഛനും അമ്മയും കൂടി പുറത്തു പോവാ? അതെ, പോയിട്ട് ഓടി വരാട്ടോ. അങ്ങനെ പോയാലെങ്ങനെയാ? എന്താ കാര്യം? അല്ല, നാളെ കയറി താമസത്തിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ഉടുപ്പ് കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അത് ശരി. ടൂർ പോയപ്പോ കുറച്ച് ജോഡി ഡ്രസ്സ് എടുക്കാല്ലേ? പിന്നെ എന്തിനാ പിന്നെയും ഡ്രസ്സ് എടുക്കുന്നേ? അത് പിന്നെ അമ്മ ഒരു ഫംഗ്ഷനൊക്കെ അല്ലേ, അതിനിടാൻ പറ്റാത്ത ഡ്രസ്സല്ലേ അത്. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നല്ല പുത്തൻ ഉടുപ്പിട്ടിട്ട് വരും. അപ്പം ഞങ്ങൾ മാത്രം എങ്ങനെയാ? അതേന്നേ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരും. തിളങ്ങി. ടൂർ പോയ ഡ്രസ്സൊന്നും അവിടെ ഇടാൻ പറ്റില്ല അമ്മ, നമുക്കതറിയാവുന്നല്ലേ. ഓ ശരി. എന്തായാലും നിങ്ങൾ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാട്ടോ. അത് മതി. അച്ഛനും അമ്മയും കൂടി വാങ്ങിയിട്ട് വരാവേ. പിന്നെ അച്ഛാ, ഓൾഡ് ഫാഷനെ കൊണ്ട് ഇങ്ങോട്ട് കയറരുത്. പുതിയത് ട്രെൻഡിങ് സാധനം ഇറക്കണം. അത് ഏറ്റടാ. അമ്മ, എനിക്ക് പുതിയ ടൈപ്പ് ഡ്രസ്സ് തന്നെ. ആ ശരി, അമ്മ നോക്കട്ടെ. അപ്പം ശരി, നിങ്ങളിവിടെ ഇരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ബൈ.